വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. നമ്മൾ സർക്കിളിൻ്റെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നന്നായി പഠിക്കുക. സർക്കിൾസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഇടുന്നത്. നിങ്ങളെല്ലാവരും നന്നായി പഠിക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 1. Prove that any outer angle of a cyclic quadrilateral is equal to the interior angle at the opposite vertex. Interior angle at the opposite vertex. ഇതാണ് ക്വസ്റ്റ്യൻ. ABCD ഈസ് സൈക്ലിക്. സൈക്ലിക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 4 വെർട്ടീസസ് എന്തായിരിക്കണം? 4 വെർട്ടീസസ് ലൈ ഓൺ എ സർക്കിൾ. 4 വെർട്ടെക്സും സർക്കിളിലായിരിക്കണം. അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററലാണ് സൈക്ലിക്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഏതെങ്കിലും ഇപ്പോൾ ഒരു വെർട്ടെക്സിലുള്ള ഔട്ടർ ആംഗിൾ. ഓക്കെ, ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻറ്റീരിയർ ആംഗിൾ. അതിന് വെളിയിലുള്ള ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് CBP. ഇത് ഏതിനോട് ഈക്വൽ ആയിരിക്കണം? ഇൻറ്റീരിയർ ആംഗിൾ ഇത് ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഇപ്പം നമ്മൾ ഏത് വെർട്ടെക്സിലുള്ള എക്സ്റ്റീരിയർ ആണ് നോക്കുന്നത്? CBP. ഇത് ഏതിനോട് ഈക്വൽ ആയിരിക്കും? തൊട്ടടുത്തുള്ള ഇൻറ്റീരിയർ ഏതാണ്? ബിയുടെ ഓപ്പോസിറ്റിനോട് ഈക്വൽ ആയിരിക്കും. ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 70 ഡിഗ്രി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. To prove angle CBP is equal to തൊട്ടടുത്തുള്ള ഇൻറ്റീരിയർ ബിയുടെ ഓപ്പോസിറ്റിനോട് ഈക്വൽ ആയിരിക്കും. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ നമുക്കറിയാമല്ലോ, ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും എന്താണ്? സപ്ലിമെൻ്ററി. സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടണം അല്ലേ? അപ്പോൾ ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ആംഗിൾ, ഇതാണ് ആംഗിൾ ബി, ഇൻറ്റീരിയർ ആംഗിൾ. ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. ഇനി ഇങ്ങനെയൊരു ലൈനുണ്ട്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? 180. ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? ലീനിയർ പെയർ. ദിസ് ആംഗിൾ പ്ലസ് ദിസ് ആംഗിൾ ABC പ്ലസ് ആംഗിൾ CBP ഈസ് ഈക്വൽ ടു 180. ABC എന്ന് എഴുതാം, അല്ലെങ്കിൽ ബി എന്ന് എഴുതിയാലും മതി. ലീനിയർ പെയർ. ആംഗിൾ ABC പ്ലസ് CBP ഈസ് ഈക്വൽ ടു 180. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ബി, നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരുന്നെങ്കിൽ ABC എന്ന് എഴുതിക്കണം. Question 1, question 2. From 1 and 2. ഇതിൻ്റെ രണ്ടിൻ്റെ റൈറ്റ് സൈഡ് സെയിം അല്ലേ? ഇവിടെ ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി, ആംഗിൾ എ ബി സി, ഇവിടെയും ബി എന്ന് എഴുതിയാലും മതി കേട്ടോ, പ്ലസ്
CBP. നമുക്കിവിടെ കോമൺ ആംഗിൾ ഏതാണ്? ആംഗിൾ ബി, ആംഗിൾ ബി. Therefore, angle D is equal to angle CBP. Next question. വലിയ സർക്കിൾ ഇരിക്കും. ABCD is cyclic. X plus 15, X minus 25, X minus 10. First one, find X. Second part, find all angles. Find all angles. ABCD എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും എന്തായിരിക്കും? സപ്ലിമെൻ്ററി. ആംഗിൾ A പ്ലസ് ആംഗിൾ C is equal to 180. 180 ഡിഗ്രിയാണ്. നമ്മളിപ്പോൾ കാൽക്കുലേഷന് 180 വരെ എഴുതിയാലും മതി. കാൽക്കുലേറ്റ് നമ്മൾ ഈ ആംഗിൾ എടുത്ത് എഴുതുമ്പോൾ ഡിഗ്രി സിമ്പൽ ചേർത്താൽ മതി. X plus 15 plus X minus 25 that is equal to 180. 1x ഉം 1x ഉം ആഡ് ചെയ്യുമ്പോൾ 2x. 15 minus 25 minus 10. 2x is equal to 190. So x is equal to 190 divided by 2, 95. x എത്ര കിട്ടി? 95. ഫസ്റ്റ് പാർട്ട് ഓക്കെ. ഇനി നമുക്ക് ഈ ആംഗിൾ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എക്സിൻ്റെ സ്ഥാനത്തുള്ള എന്ത് കൊടുത്താൽ മതി? 95. ആംഗിൾ A is equal to 95 plus 15. So angle A is equal to 110 degree. Angle C എന്തായിരിക്കും? 180 minus 25. 95 minus 25. എങ്ങനെ വേണേലും ചെയ്യാം നമുക്ക്. 180 minus 110. Angle B is equal to 95 minus 10. 85. ആംഗിൾ ഡി കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 180 മൈനസ് 85. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. 95. നമുക്ക് റേഡിയസ് 7 തന്നിട്ടുണ്ട്. AB 13 centimeter. Find the length of the pieces of the two pieces of the chord. Find AP and P. Length of the two pieces of the chord. This is one piece, this is. Find AP and PB. AP PB കാണാം.
നമുക്ക് ഈ 7 റേഡിയസിനെ നമുക്ക് നേരെ ഇങ്ങനെ വരയ്ക്കാം. അപ്പം നമുക്ക് എന്ത് കിട്ടി? ദിസ് ഈസ് 7. ഇത് ഫുൾ 13. നമുക്ക് AP x ആയിട്ടും 13 - x ആയിട്ടും എടുക്കാം. Two chords intersect within the circle അല്ലേ? നമുക്ക് അതിൽ നിന്ന് എന്ത് എഴുതാം? AP × PB is equal to CP × PD. AP x. OC എന്താ? 7. ODയും 7 ആണ് അല്ലേ? ഇവിടെ ഒരു പാർട്ട് കൂടെ തന്നിട്ട് OP 3 സെൻറ്റിമീറ്റർ. OP 3 സെൻറ്റിമീറ്റർ. AP എന്ന് പറയുമ്പോൾ CP AP × PB 13 - x. CP എന്ത് വരും? 7 + 3 10. PD ഇത് ഫുൾ എത്രയാണ്? 7. 7 - 3 4. ദാറ്റ് ഈസ് 40. 13x - x² - 40 is equal to 0. This is a quadratic equation. നമുക്ക് -1 കൊണ്ട് ഇൻറ്റു ചെയ്യാം. നമുക്ക് ഓർഡറിലാക്കുമ്പം പോസിറ്റീവ് x² - 30x + 40 is equal to 0. നമുക്കിത് ഫാക്ടറൈസ് ചെയ്യാം. ഇപ്പോൾ 2 നമ്പർ ആഡ് ചെയ്യുമ്പം -13 കിട്ടണം. അതേ നമ്പേഴ്സ് ഇൻറ്റു ചെയ്താലോ പോസിറ്റീവ് 40 കിട്ടണം. അപ്പം നമ്മളിതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പം x - 8 x - 5 ആഡ് ചെയ്താൽ -13 കിട്ടണം, ഇൻറ്റു ചെയ്താൽ പോസിറ്റീവ് 40 കിട്ടണം. അപ്പോൾ രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവും ഇൻറ്റു ചെയ്താൽ പോസിറ്റീവ് വരുള്ളൂ. -8 -5. എക്സിന് ഏതൊക്കെ വാല്യൂസ് കിട്ടും? 8, 5. x - 8 0 ആണ്, x 8. x - 5 0 ആണെങ്കിൽ x 5. അപ്പോൾ ഇവിടെ AP 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ BP 5 സെൻറ്റിമീറ്റർ. ഇനി AP 5 ആണെങ്കിൽ BP എന്തായിരിക്കും? 13. 13 - 8 5. അതൊന്ന് എടുത്തെഴുതാം നമുക്ക്. ഈ ഫിഗറിൽ നമ്മളിപ്പം ഏതൊക്കെ വരാം? 8 and 5. ലെങ്ത് ഓഫ് ദ 2 പീസസ് എന്ന് എഴുതിയിട്ട് എന്തെഴുതണം? 8 and 5 സെൻറ്റിമീറ്റർ. AP 8, BP 5. ഫിഗർ ഞാൻ റഫായിട്ട് വരച്ചിരിക്കുന്നുണ്ട്, നോക്കണ്ട. അങ്ങനെ എഴുതിയാൽ 8 and 5. Two circles. എൻ്റെ സർക്കിൾ കണ്ടിട്ട് നിങ്ങൾക്ക് സർക്കിളായി തോന്നുന്നുണ്ടോ? ഇങ്ങനെ വരയ്ക്കുമ്പോൾ പെട്ടെന്ന് PAB. ഇത് രണ്ടും ഔട്ട് സൈഡിലാണ് മീറ്റ് ചെയ്യുന്നത് അല്ലേ? നമുക്കിതിൽ നിന്ന് എന്തെഴുതാം? PA × PB is equal to PQ × PR. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതും കൂടെ എഴുതാം. പ്രൂവ് ദാറ്റ് PC × PD PA × ഇതാണ് ക്വസ്റ്റ്യൻ. PA × PB is equal to PC × PD.
PA into PB is equal to PC into PD. നമ്മൾ ഈ സർക്കിൾ നോക്കുമ്പോൾ PA into PB in the first circle, PA into PB, PQ into PR. Equation 1. In the second circle, PQ into PR is equal to PC into PD. PC into PD is equal to PQ into PR. From 1 and 2. Okay, right side same alle. Okay, equate ചെയ്യാം. അത്രയേ ഉള്ളൂ. From 1 and 2 we get answer. From 1 and 2. PA into PB is equal to PC into PD. Question number 5. AB is a diameter. AB is a diameter. DC perpendicular AB. DC perpendicular AB. AP is equal to 3 cm, PB is equal to 12 cm. Find DC. AP 3 cm, PB 12 cm. Find DC. ഇവിടെ ഇതൊരു സെമി സർക്കിൾ ആണല്ലേ. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ എഴുതാം? AP into BP is equal to DP square. 3 into 12. DP square is equal to 36. ഇത് നമുക്ക് തിരിച്ചെഴുതാം. DP is equal to root of 36, that is 6. DP 6 ആണ്, PC എന്തായിരിക്കും? 6. Perpendicular from the center to a chord, bisect the chord. 6 plus 6 എത്ര ആവും? 12. Therefore, DC is equal to 12 centimeter. Next question. One angle of a cyclic quadrilateral is 90 plus x. This angle is 90 plus x. Find this angle. ഒരു 1 mark question MCQ പോലെയൊക്കെ ഇപ്പോൾ ചോദിക്കാം. So angle A is equal to 180 minus angle C. മൈനസ് ആയതുകൊണ്ട് ഒരു ബ്രാക്കറ്റ് കൊടുക്കുക. 180 minus 90, 90. Minus into plus, minus. Angle A is equal to 90 degree. Angle A is equal to 90 degree minus 6. കൺസ്ട്രക്ഷൻ നിങ്ങൾ നോക്കിക്കോണം. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 12 cm അല്ലെങ്കിൽ 15 cm. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്.
Next question. A, B, C, D. AB parallel DC and AD is equal to BC. Angle A is equal to 40 degree. Find angle C. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ എ ബി ഡി സി പാരലൽ, വൺ പെയർ പാരലൽ ആകുമ്പോൾ കോർഡിനേറ്റ് നമ്മൾ എന്താ പറയുന്നത്? ട്രപ്പീസിയം. നോൺ പാരലൽ സൈഡ്സ് ആർ ഈക്വൽ. അങ്ങനെയുള്ള ട്രപ്പീസിയത്തിന് നമ്മൾ എന്താ പറയുന്നത്? ഐസോസിലസ് ട്രപ്പീസിയം. എ ബി പാരലൽ ഡി സി ആൻഡ് എ ഡി സി ഈക്വൽ ടു ബി സി. ദെയർഫോർ നമുക്ക് എന്ത് പറയാം? എ ബി സി ഡി ഈസ് the question. AB parallel DC and AB is equal to AD is equal to BC. One pair of opposite sides is parallel and non-parallel sides are equal, then that trapezium is called isosceles trapezium. A, B, C, D is isosceles trapezium. Isosceles trapezium ആണ് നമുക്ക് അതിനറിയാമല്ലോ. Isosceles trapezium is cyclic. Therefore ഇപ്പോൾ എ നമുക്ക് എത്ര തന്നിരിക്കുന്നത്? 40. ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 minus 40, 140 degree. അടുത്ത ക്വസ്റ്റ്യൻ. AB is a diameter. Y is equal to 1/3x. AB is a diameter. Find x and y. AB is a diameter. Y is equal to 1/3x. Find x and y. എ ബി ഡയമീറ്റർ ആകുമ്പോൾ നമുക്കറിയാം ഇതിന് നമ്മൾ എന്താ പറയുന്നത്? സെമി സർക്കിൾ. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ എന്തായിരിക്കും? എപ്പോഴും റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി. ആംഗിൾ ഇവിടെ നമുക്കൊരു പേര് കൊടുക്കാം. ആംഗിൾ എ പി ബി. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ എഴുതുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? ഡയമീറ്ററിൻ്റെ എൻ പോയിൻ്റ് ആയിരിക്കും ആ ആംഗിളിൻ്റെ എൻ പോയിൻ്റ്. മിഡിൽ വെർട്ടെക്സ് എവിടെയായിരിക്കണം? സെമി സർക്കിളിലായിരിക്കണം. ഇവിടെ ആംഗിൾ എ പി ബി എന്താ ലെറ്റർ തന്നിരിക്കുന്നത്? എക്സ്. എക്സ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. റീസൺ എന്താ? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. നമുക്ക് എക്സ് കിട്ടിയല്ലോ. ഇനി വൈ എന്താ തന്നിരിക്കുന്നത്? 1/3x. y ഈസ് ഈക്വൽ ടു 1/3x. 1/3 ഇൻറ്റു 90 ഡിഗ്രി, ദാറ്റ് ഈസ് 30. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് തേർഡ് ചാപ്റ്റർ ഇടാം. ചാൻസ് പ്രോബബിലിറ്റി. ഓക്കെ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നിങ്ങളെല്ലാവരും നന്നായി പഠിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.